നമസ്കാരം. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളും സൈനിക ഏറ്റുമുട്ടലുകളും മാസങ്ങളോളം ലോകത്തെ ആശങ്കയിലാഴ്ത്തിയതിനു പിന്നാലെ ഇപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പുതിയ വഴിത്തിരിവ് ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. നയതന്ത്ര ചർച്ചകൾ ശക്തമാകുന്നതിനിടയിലും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ മുന്നോട്ട് വെച്ചതായെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന $300 ബില്യൺ പുനർനിർമ്മാണ വികസന ഫണ്ട് നിർദ്ദേശം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലും സാമ്പത്തിക രംഗത്തും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. എന്നാൽ ഈ നിർദ്ദേശം യാഥാർത്ഥ്യമാകുമോ? അതിന് പിന്നിലെ ലക്ഷ്യങ്ങൾ എന്താണ്? ആരാണ് ധനസഹായം നൽകുക എന്നീ ചോദ്യങ്ങൾ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ഇറാനെതിരായ ദീർഘകാല ഉപരോധങ്ങൾ, പ്രാദേശിക സംഘർഷങ്ങൾ, സാമ്പത്തിക ഒറ്റപ്പെടൽ എന്നിവ കാരണം രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനം ഏറെ പിന്നോക്കം പോയിട്ടുണ്ട് എന്നാണ് പല അന്താരാഷ്ട്ര പഠനങ്ങളും ചൂണ്ടിക്കാട്ടുന്നത്. വൈദ്യുതി ഉൽപാദനം, എണ്ണവാതക മേഖലയുടെ നവീകരണം, തുറമുഖ വികസനം, വ്യാവസായിക അടിസ്ഥാന സൗകര്യങ്ങൾ, ഗതാഗത ശൃംഖലകൾ എന്നിവയിൽ വൻതോതിലുള്ള നിക്ഷേപം ആവശ്യമാണ് എന്ന വിദഗ്ധരുടെ വിലയിരുത്തലുമെത്തി. ഈ പശ്ചാത്തലത്തിലാണ് പുനർനിർമ്മാണ ഫണ്ടിനെ കുറിച്ചുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നത്. എന്നാൽ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഈ ആശയം ശക്തമായ വിവാദങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഇറാനുമായി പതിറ്റാണ്ടുകളായി തർക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അമേരിക്കയിൽ നിന്നുമുള്ള ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക പിന്തുണ നിരവധി രാഷ്ട്രീയ നേതാക്കളും പൊതുസമൂഹവും വ്യക്തമായി എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ്. ഇറാനെ സാമ്പത്തികമായി ശക്തിപ്പെടുത്തുന്നത് രാജ്യത്തിന്റെ പ്രാദേശിക സ്വാധീനം വർദ്ധിപ്പിക്കുമെന്നും മിഡിൽ ഈസ്റ്റിലെ ശക്തി സന്തുലിതാവസ്ഥയെ മാറ്റിമറിക്കുമെന്നാണ് വിമർശകരുടെ വാദം. പ്രത്യേകിച്ച് ഇറാന്റെ സൈനിക ശേഷിയും പ്രോക്സി സംഘടനകളുമായുള്ള ബന്ധം ചൂണ്ടിക്കാട്ടിയാണ് ഈ എതിർപ്പ് ഉയർന്നു വരുന്നത്. അമേരിക്കയിലെ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ നിരവധി നേതാക്കൾ ഈ നിർദ്ദേശത്തെ പരസ്യമായാണ് വിമർശിക്കുന്നത്. അമേരിക്കയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാതെ വിദേശ രാജ്യങ്ങൾക്ക് വൻതോതിൽ സാമ്പത്തിക സഹായം നൽകുന്നത് എങ്ങനെ ന്യായീകരിക്കാനാകും എന്നാണ് അവരുടെ നിലപാട്. ഭവനരഹിതരുടെ എണ്ണം വർദ്ധിക്കുന്നതിലും ആരോഗ്യ മേഖലയിലെ വെല്ലുവിളികളും വിദ്യാഭ്യാസ മേഖലയിലെ ധനക്ഷാമവും നിലനിൽക്കുമ്പോഴും നൂറുകണക്കിന് ബില്യൺ ഡോളർ വിദേശ രാജ്യങ്ങളിലേക്ക് ഒഴുകുന്നത് അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന്റെ വിരുദ്ധമാണ് എന്നാണ് വിമർശകരുടെ വാദം. അതേസമയം ട്രംപ് ഭരണകൂടവും ഭരണകൂട അനുകൂലികളും ഈ വിമർശനങ്ങളെ പാടെ തള്ളിക്കളയുകയാണ്. അമേരിക്കൻ നികുതിദായകരുടെ പണം ഇറാനിലേക്ക് അയക്കുമെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്നാണ് അവർ ഉന്നയിക്കുന്ന വാദം. നിർദ്ദേശിക്കപ്പെടുന്ന ഫണ്ടിന്റെ പ്രധാന ഭാഗം ഗൾഫ് രാജ്യങ്ങൾ, സ്വകാര്യ നിക്ഷേപകർ, അന്താരാഷ്ട്ര കമ്പനികൾ, ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നായിരിക്കുമെന്നാണ് അവർ പറയുന്നത്. അതായത് അമേരിക്ക നേരിട്ട് ധനസഹായം നൽകുന്നതിന് പകരം രാഷ്ട്രീയ ധാരണയും ഉപരോധ ഇളവുകളും വഴി നിക്ഷേപങ്ങൾക്ക് സാഹചര്യം സൃഷ്ടിക്കുക എന്നത് പ്രധാന ലക്ഷ്യമെന്നാണ് ഭരണകൂടം വിശദീകരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങളുടെ പങ്ക് നിർണായകമാകാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് UAE, സൗദി അറേബ്യ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ അടുത്ത വർഷങ്ങളിലെ മേഖലാതല നിക്ഷേപങ്ങൾ കൂടുതൽ സജീവമായിട്ടുണ്ട്. ഇറാനുമായുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെട്ടാൽ ഊർജം, പെട്രോകെമിക്കൽ, വൈദ്യുതി ഉൽപാദനം, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ മേഖലകളിലെ ഗൾഫ് നിക്ഷേപങ്ങൾ ഒഴുകിയെത്താൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തൽ. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉപരോധങ്ങൾ ലഘൂകരിക്കപ്പെടുകയോ പൂർണ്ണമായും നീക്കപ്പെടുകയോ ചെയ്താൽ മാത്രമേ വിദേശ നിക്ഷേപകർ വലിയ തോതിൽ രാജ്യത്തേക്ക് എത്തുകയുള്ളൂ. നിലവിൽ അമേരിക്കൻ ഉപരോധങ്ങൾ നിലനിൽക്കുന്നതിനാൽ തന്നെ നിരവധി അന്താരാഷ്ട്ര കമ്പനികൾ ഇറാനിൽ നിക്ഷേപിക്കാൻ മടിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അമേരിക്കൻ സാമ്പത്തിക ഉപരോധങ്ങൾ ലംഘിച്ചാൽ കടുത്ത നടപടികൾ നേരിടേണ്ടി വരുമെന്ന ആശങ്കയാണ് ഇതിനുള്ള പ്രധാന കാരണം. അതേസമയം സാമ്പത്തിക പ്രോത്സാഹനങ്ങളുടെ ഇറാന്റെ ചർച്ചാ മേശയിൽ കൊണ്ടുവരാനുള്ള ശ്രമമായും ഈ നീക്കത്തെ ചിലർ കാണുന്നുണ്ട്. എന്തായാലും ഈ ഫണ്ട് ഉറപ്പായും നടപ്പിലാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഔദ്യോഗിക കരാറുകളോ ധനസമാഹരണത്തിലെ സംവിധാനങ്ങളോ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. കൂടാതെ അമേരിക്കൻ കോൺഗ്രസിന്റെ നിലപാട്, ഇറാന്റെ പ്രതികരണം, ഗൾഫ് രാജ്യങ്ങളുടെ തയ്യാറെടുപ്പ്, ഉപരോധ നയങ്ങളിലെ മാറ്റങ്ങൾ എന്നിവയെല്ലാം ഈ പദ്ധതിയുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങളായി മാറുകയാണ്. പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇറാനുമായി ബന്ധപ്പെട്ട $300 ബില്യൺ ഫണ്ട് ചർച്ച വെറും സാമ്പത്തിക വിഷയമല്ല. അത് പ്രാദേശിക ശക്തി സന്തുലിതാവസ്ഥയും ആഗോള ഊർജ സുരക്ഷ, അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് നയം, അന്താരാഷ്ട്ര നിക്ഷേപ പ്രവണതകൾ എന്നിവയെല്ലാം സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു നിർണായക ചർച്ചയായാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്.